തലവൂർ, പിടവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. കലാദേവി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ട, അവശത അനുഭവിക്കുന്ന ആലംബമാകേണ്ട തലവൂർ ഗ്രാമപഞ്ചായത്ത് സ്വന്തം ധർമ്മവും ഇന്ന് വൈകിട്ട് 4:30 വമ്പിച്ച പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധ യോഗത്തിൽ പങ്കാളികളാക്കുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പോസ്റ്റ് ഓഫീസ് ചിട്ടിക്കായി പണം വാങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പണം അടയ്ക്കാതെ രസീത് ബുക്കിൽ വ്യാജ സീലടിച്ച് ഒപ്പിട്ട് നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. കലാദേവി രാജിവെക്കുക ബന്ധപ്പെട്ട വിഷയത്തിൽ CPIM നിലപാട് വ്യക്തമാക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത്. തലവൂർ ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ജോസുകുട്ടിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു മഹിളാ പ്രധാന ഏജന്റ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ജനപ്രതിനിധിയായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിൽക്കുന്ന വ്യക്തിത്വത്തിന് കൂടുതൽ ബാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മഹിളാ പ്രധാന ഏജന്റ് സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിത ചിലവുകൾ കഴിഞ്ഞ് മിച്ചം പിടിക്കുന്ന തുക അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന്റെ ഏജന്റുമാരായി ഈ മഹിളാ പ്രധാന ഏജന്റുമാരെ കണ്ടുകൊണ്ട് അവരുടെ കൈവശം ഏൽപ്പിക്കുന്ന തുക അത് സമയബന്ധിതമായി പോസ്റ്റ് ഓഫീസിൽ അടച്ച് അത് അവരുടെ ബുക്കിൽ വരവ് വെച്ച് ഈ സാധാരണക്കാർ അല്ലെങ്കിൽ ഈ നിക്ഷേപകർക്ക് മടക്കി നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവും മാസത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ ഈ സമ്പാദ്യ പദ്ധതിയിലേക്ക് നിക്ഷേപം നൽകേണ്ടതെങ്കിൽ അവരിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഈ തുക കൈപ്പറ്റുകയും എന്നാൽ ഈ തുകയൊന്നും ഈ നിക്ഷേപകരുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയം. ഇത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സാമ്പത്തിക തട്ടിപ്പാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഈ തുക അവരുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ സ്വന്തം ആവശ്യത്തിലേക്ക് വകമാറ്റുക വഴി അവിശ്വാസവും അതുപോലെ തട്ടിപ്പും നടത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യദുകൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി ബാബു മാത്യു, UDF ചെയർമാൻ G. രാധാമോഹനൻ, തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ബിജു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശശികല മോഹനൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂര്യനാഥ്, കോൺഗ്രസ് നേതാക്കളായ ദിലീപ് കുമാർ, സജി ഉമ്മൻ, രാജശേഖരൻ, ജോസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.